Hi dears, welcome back to DOS Academy. അപ്പോൾ കേട്ടിട്ടിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എക്സാം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 1 വീക്ക് കൂടിയേ ഇനി നമുക്ക് മുമ്പിലേക്കുള്ളൂ. അപ്പോൾ ഈ 1 വീക്കിലേക്കുള്ള കുറച്ച് ബൂസ്റ്റർ ടോപ്പിക്കുകളുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു, അതുപോലെ റിവൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ. കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അറിയാം, ഹിമാലയൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഹിമാലയൻസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഏവരും പഠിക്കുന്നത് ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കാരക്കോറം, ലഡാക്ക്, ഹിമാചൽ, സിവാലിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പലരും വിട്ടുപോകുന്ന ഒന്നാണ് ഹിമാലയൻ മൗണ്ടൈന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹിമാലയൻസ് രൂപപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സയന്റിസ്റ്റിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഇന്ത്യൻ പ്ലേറ്റ്സും യൂറോപ്യൻ പ്ലേറ്റ്സും തമ്മിൽ കൂട്ടിമുട്ടി അവയ്ക്കടിയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയൻ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. അതിന് അനുകൂലമായിട്ടുള്ള എവിഡൻസും ഈ പറഞ്ഞ റീജൻസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഫോസിൽ ഓഫ് മറൈൻ ക്രിയേച്ചർ എക്സോഗേറ്റഡ് ഫ്രം ദ ഹിയർ സപ്പോർട്ടഡ് ദിസ് ആർഗ്യുമെന്റ്സ്. അതായത് സമുദ്ര ജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകളാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടിനെന്റൽ കൺവെർജൻസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഹിമാലയൻസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺവെർജൻസ് ഓഫ് resultant folding of the bed of ocean named Thadi and which was situated between Indian plate and Eurasian plate. സോ ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് എന്നോണം ട്രാൻസ് ഹിമാലയൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള എക്സാംസിന് വന്നിട്ടുണ്ട്. അപ്പൊ ട്രാൻസ് ഹിമാലയൻസ് എന്ന് പറയുമ്പോൾ കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ തുടങ്ങിയിട്ടുള്ള ഉൾപ്പെടുന്നവയാണ് ട്രാൻസ് ഹിമാലയൻ എന്ന് പറയുന്നത്. അതുപോലെ മൗണ്ട് കീറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് കാരക്കോറം മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് വാസ് ദ ഹൈയസ്റ്റ് പീക്ക്. സോ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കീറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഏകദേശം ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. എല്ലാ വർഷവും വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ എസ്പെഷ്യലി പീസ് ആൻഡ് സ്ട്രഗിൾസ് മിക്കവാറും ചോദിക്കാറുണ്ട്. ഇയർ ആണ് എല്ലായ്പ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പീസ് ആൻഡ് സ്ട്രഗിൾ ഇൻ ഖേദ വാസ് ഹെൽഡ് ഇൻ 1918 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 1918 നടന്ന ഖേദ സ്ട്രഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖേദ സത്യാഗ്രഹ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണം പറയാൻ. കാരണം ഗാന്ധിജിയെ നമ്മുടെ ഇന്ത്യൻ പീപ്പിൾ ലീഡറാക്കി അല്ലെങ്കിൽ ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരു സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫാമിൻ ടൈമിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തതിനെതിരെയാണ് ഖേദ സത്യാഗ്രഹം വന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യാഗ്രഹത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡിഡ് നോട്ട് കളക്ട് റവന്യൂ ഫ്രം ദ പീസൻസ് ആൻഡ് ഡിഡ് നോട്ട് കോൺഫിസ്കേറ്റ് ദെയർ ലാൻഡ്സ്. സോ ഇനി മറ്റ് പീസ് ആൻഡ് സ്ട്രഗിൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന്റെ ഇയറും ഔട്ട്കം സിഗ്നിഫിക്കൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊന്നാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. 1859 to 60 നടന്ന ഒന്നാണ് ഇൻഡിഗോ റിവോൾട്ട്, അതായത് നീലം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇൻഡിഗോ കൾട്ടിവേഷൻ പോളിസീസിനെ ഒപ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്തതാണ് ഡെക്കാൻ റിയോട്ട്സ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെതിരെ പീസൻസ് മൊബിലൈസ്, അതായത് അതായത് സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ പീസൻസ് മൊബിലൈസ് ചെയ്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ഡെക്കാൻ റിയോട്ട്സ് എന്ന് പറയുന്നത്. 1875 ആണ് വർഷം. പിന്നെ മറ്റൊന്നാണ് ചമ്പാരൻ സത്യാഗ്രഹ 1917. ഇതും ഇൻഡിഗോ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ്. ആൻഡ് ഖേഡ സത്യാഗ്രഹ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബർദോളി സത്യാഗ്രഹ 1928. ഇതും റവന്യൂ ഹൈക്കിനെതിരെ നടന്ന ഒരു സത്യാഗ്രഹമാണ്. ആൻഡ് തേബ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് 2/3 ഓഫ് ഷെയർ ഓഫ് പ്രൊഡ്യൂസ് ബൈ ഷെയർ ക്രോപ്പേഴ്സ്. ദെൻ തെലങ്കാന റിബലിയൻ 1946 to 51. ഹിസ്റ്റോറിക് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഫ്യൂഡലിസത്തിനും കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനും എതിരെ നടന്ന ഒന്നാണ് തെലങ്കാന റിബലിയൻ എന്ന് പറയുന്നത്. ആൻഡ് നക്സൽബാഗി അപ്രൈസിംഗ് എന്ന് പറയുന്നത്
റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഫോർ ലാൻഡ് റിഫോംസ് ആണ് 1967 ഇത് നടന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടാതെ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏറെയും വരുന്നത്. അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു റിവോൾട്ട് ഓഫ് 1857 പൊട്ടിപ്പുറപ്പെട്ടതിന്റെ മെയിൻ റീസൺ, അതായത് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് സോഷ്യൽ, ഇക്കണോമിക്, അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഈ ഒരു 1857 ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 1857 റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സും അവരുടെ ഏരിയ അല്ലെങ്കിൽ അവരുടെ പ്ലേസുകളുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യനകത്ത് ഫൈസാബാദിലെ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ടിട്ടുള്ള ലീഡറിന്റെ പേരാണ് ചോദിച്ചിരുന്നത്. ഇതിലെ കറക്റ്റ് ആൻസറിലേക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള ലീഡേഴ്സും അവരുടെ സെന്റേഴ്സും നമുക്ക് നോക്കാം. ജനറൽ ഭഗത് ഖാൻ ഡൽഹി, കാൺപൂർ നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, ബറേലി ഖാൻ ബഹദൂർ, ബീഹാർ കുൻവർ സിംഗ്, ഫൈസാബാദ് മൗലവി അൽഹംദുള്ള, ആൻഡ് ദെൻ ഝാൻസി റാണി ലക്ഷ്മിബായി, ഭാഗ്പത് ഷാൻമാൽ. അപ്പൊ ഇതില് ഷാമൽ ആണ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ 1857 റിവോൾട്ടിന്റെ ലീഡർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് പോളിസീസ് ഓൺ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് ആർ കോമൺലി നോൺ ആസ്. അപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് പോളിസീസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് തുടങ്ങിയവ. അപ്പൊ ഇവ മൂന്നും കൂടി ഉൾപ്പെടുന്ന എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അറിയണം ഗവൺമെന്റിന്റെ പോളിസീസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഫിസ്ക്കൽ പോളിസിയും ഉണ്ട്, മോണിറ്ററി പോളിസിയും ഉണ്ട്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് കൺട്രി ആണ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഡെപ്റ്റ്, അതുപോലെ തന്നെ ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഫിസ്ക്കൽ പോളിസിയിലാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി റെഫേഴ്സ് ടു ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, taxation and public debt, and it means by which the government adjusts the spending level and tax rate to the monitor and influence of the nation economy. And fiscal policy is based on the principle of Keynesian economics, which is basically state that the government can influence the macroeconomic productivity level by increasing or decreasing the tax level and public spending. അപ്പൊ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ടാക്സ് ലെവലിൽ മാറ്റം വരുത്തും, അതുപോലെ തന്നെ പൊതു ചിലവിലും അതായത് പബ്ലിക് സ്പെൻഡിങ്ങിലും ഒക്കെ മാറ്റം വരുത്തും. പ്രധാനമായിട്ടും അത് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം അല്ലെ. ഇപ്പൊ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്പെൻഡിങ് എമൗണ്ട് എത്ര വേണമെന്നും ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഡിസിഷൻ ആണ് അല്ലെ. ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതും അതിനായിട്ട് തുക മാറ്റി വെക്കുന്നതും ഒക്കെ ഗവൺമെന്റ് ഡിസിഷൻ ആണ്. അപ്പൊ ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്ന എന്തിനകത്താണ്? ഫിസ്ക്കൽ പോളിസിയാണ്. ഇനി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി വരുന്നത്. നമുക്കറിയാം രണ്ട് സമയമെന്നുണ്ട്, അതായത് ഇൻഫ്ലേഷനും ഉണ്ട്, ഡിഫ്ലേഷനും ഉണ്ട്. അപ്പം ഈ ഒരു പണപ്പെരുപ്പം അതുപോലെ തന്നെ പണച്ചുരുക്കം ഈ ഒരു കാലയളവിലാണ് മോണിറ്ററി പോളിസികൾ പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത്. അതായത് മണി സർക്കുലേഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കുകൾ ഫിക്സ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിൻഡിനെ കുറിച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എസ്പെഷ്യലി ലോക്കൽ വിൻഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സമ്മർ സീസണിൽ വീശുന്ന കാറ്റുകളാണ് മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്നത്. ആക്ച്വലി മാംഗോ ഷവർ അല്ലെങ്കിൽ മാംഗോ റെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു കൊളോക്കിയൽ ടേം ആണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രം പറയുന്ന ഒരു അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു പ്രീ മൺസൂൺ റെയിൻഫോളിന് മുമ്പാണ് ഈ ഒരു കാറ്റ് വീശുന്നത്. ഇതിനെ ഏപ്രിൽ റെയിൻ അതുപോലെ തന്നെ സമ്മർ ഷവർ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. എസ്പെഷ്യലി സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇൻക്ലൂഡിംഗ് ഇന്ത്യ, കംബോഡിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഈ ഒരു മാംഗോ ഷവർ വീശാറുള്ളത്.
പ്രധാനമായിട്ടും കേരള, കർണാടക കോസ്റ്റൽ ഏരിയയിലാണ് ഇത് അനുഭവപ്പെടാറുള്ളത്. മറ്റൊന്നാണ് ബ്ലോസം ഷവർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോസം ഷവർ എന്ന് പറയുന്നത് കേരളത്തിൽ വീശുന്ന ഒരു ലോക്കൽ വെതർ കണ്ടീഷനാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് കോഫി ഫ്ലവേഴ്സ് പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോഫി ഫ്ലവേഴ്സ് ബ്ലോസം എന്നും പറയാറുണ്ട്. മറ്റൊന്നാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അപ്പൊ കാൽബൈശാഖി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് കൂടി ചോദിച്ച ഒന്നാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അപ്പൊ കാൽബൈശാഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കലാമിറ്റി ഓഫ് മന്ത് ഓഫ് ബൈശാഖ്. കാൽബൈശാഖിയെ അസാമിലൊക്കെ അറിയപ്പെടുന്നത് ബർദോളി, ചീർത്ത തുടങ്ങിയിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊരു ഉഷ്ണ കാറ്റാണ്, അതായത് ഒരു വരണ്ടുണങ്ങിയ ഉഷ്ണക്കാറ്റാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്, അഥവാ നോൺ വെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലൂ എന്ന് പറയുന്നത്. അപ്പൊ ലൂ hot and dry and oppressing wind blowing the northern plains of Punjab to Bihar, highly intensity between Delhi and Patna. അപ്പൊ പഞ്ചാബ്, ബീഹാർ, ഡൽഹി, പാട്ന തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വീശുന്ന വരണ്ടുണങ്ങിയ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 1 മാർക്ക് സ്കോർ ചെയ്യാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ ആണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് അല്ലാത്തത് ഏതാന്നുള്ളതാണ്. ആൻസർ സി ആണ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മെത്തേഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡിൽ 3 സെക്ടർ ഉണ്ട്. നമുക്കറിയാം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. അപ്പൊ പ്രൈമറി സെക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലേ. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും എപ്പോഴും ക്വസ്റ്റിനകത്ത് വരാറുണ്ട്. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക മേഖലയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ആണ്, അതായത് സേവനങ്ങൾ നടപ്പിലാക്കുന്ന മേഖലയാണ് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മേഖലകളുടെയും കൂടി ആകെത്തുകയും അതുപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ദെൻ ഡിപ്രീസിയേഷൻ, നെറ്റ് ഇൻഡയറക്ട് ടാക്സും കൂടി ലെസ് ചെയ്തതിനു ശേഷം ഡൊമസ്റ്റിക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. സോ ഡൊമസ്റ്റിക് ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യും, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻകം മെത്തേഡ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ ഇൻകം ആണ് എടുക്കുന്നത്. അതായത് റെന്റ്, റോയാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് മിക്സഡ് ഇൻകം ഇവയെല്ലാം തന്നെ എടുക്കും. അതിനോടൊപ്പം ഡൊമസ്റ്റിക് ഇൻകം കൂടി ചേർക്കുമ്പോൾ, സോ ഇത് ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഡൊമസ്റ്റിക് ഇൻകം കിട്ടുന്നത്. NDP ലഭിക്കും. സോ NDPയോടൊപ്പം NFIയും കൂടി ആഡ് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം ലഭിക്കും. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ചിട്ട് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ, നെറ്റ് എക്സ്പോർട്ട് ഇവയെല്ലാം തന്നെ ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ലഭിക്കും. അതിനോടൊപ്പം ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്ട് ടാക്സും ലെസ് ചെയ്യുമ്പോൾ NDP ലഭിക്കും, അതായത് ഡൊമസ്റ്റിക് ഇൻകം ലഭിക്കും. സോ അതിനോടൊപ്പം NFIയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡ് ആണ്. അത് പ്രധാനമായിട്ടും ഈ 3 മേഖലകളിൽ നിന്നുള്ള ഇൻകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇൻകം മെത്തേഡ് ആണ്. ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഓരോ എംപ്ലോയീസിന് ലഭിക്കുന്ന പേഴ്സണൽ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻകം മെത്തേഡ് അനുസരിച്ച് നമ്മുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എന്ന് പറയുന്നത് കൺസംഷന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ചിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്.